നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കിപ്പം രാജേന്ദ്രൻ പന്തല സാർ ചേരുന്നുണ്ട്. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതായത് ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇറാൻ യുദ്ധം അതൊന്നും അവസാനിച്ചിട്ടില്ല. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ഒരു ബന്ധം, അതുപോലെ തന്നെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധവും സംബന്ധിച്ച് ഒരു നിർണായകമായ റിപ്പോർട്ട് വരുന്നുണ്ട്. എന്താണ് സാർ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം? എന്താണ്? ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. അതിലും ഞെട്ടിപ്പിക്കുന്നത് ഈ വാർത്ത നമ്മുടെ വാർത്താ മാധ്യമങ്ങളിലൊന്നും വലിയ സ്ഥാനം പിടിച്ചില്ലെന്ന് എനിക്ക് വല്ലാത്ത ഞെട്ടൽ തോന്നി ഇത് കേട്ടിട്ട്. ഒരു പഴയ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഒരു കപ്പൽ അവിടെ ഹോർമുസ് കടലിടുക്കിൽ മുക്കിയതാരാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം അതിൻ്റെ ലൊക്കേഷൻ പരിശോധിച്ചാൽ മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. നമുക്കറിയാവുന്നതുപോലെ ഹോർമുസ് കടലിടുക്കിന് ഇപ്പോൾ 2 ബൂട്ടുണ്ട്. ഒരു ബൂട്ട് ഒമാൻ്റെ തീരത്താണ്. ആ ഒമാൻ്റെ തീരത്തുള്ള ബൂട്ടിൻ്റെ താക്കോൽ അമേരിക്കയുടെ കയ്യിലാണ്. മറുഭാഗത്ത് ഗൾഫ് ഓഫ് ഇറാൻ ഗൾഫിലേക്കുള്ള അതാണ് മറ്റൊരു പൂട്ട്. ആ പൂട്ടിൻ്റെ താക്കോലിരിക്കുന്നത് ഇറാൻ്റെ കയ്യിലാണ്. ഇങ്ങനെ 2 താക്കോലുകളിൽ ഒരു താക്കോൽ സ്ഥാനത്താണ് ഇന്ത്യയുടെ കപ്പൽ മുങ്ങിയത്. ആ താക്കോൽ സ്ഥാനമെന്ന് പറയുന്നത് ഒമാൻ്റെ തീരമാണ്. ആ ഒമാൻ്റെ തീരത്ത് ഇന്ത്യയുടെ കപ്പൽ മുങ്ങി. എങ്ങനെ? ഒരു ഡ്രോൺ അയച്ചു. ആരയച്ചു ഡ്രോൺ? കാരണം അവിടെ ആ മേഖല മുഴുവൻ കൈയടക്കി ഇറാന് ഒരു പൊടിക്ക് പോലും സ്വാധീനം കൊടുക്കാതെ കൈവശം വെച്ചിരിക്കുന്നത് അമേരിക്ക എന്ന് പറയുന്ന കപട രാജ്യമാണ്. കപടമായ കാര്യങ്ങൾ പറയുന്ന രാജ്യമായതുകൊണ്ട് മാത്രം അതിനെ ഞാൻ അങ്ങനെ വിശേഷിപ്പിക്കുന്നു. അവിടെ അപ്പോൾ അമേരിക്ക അറിയാതെ ഇന്ത്യയുടെ ഒരു കപ്പൽ അവിടെ മുക്കുകയില്ല. പണ്ട് ഇതുപോലൊരു ചതി ചെയ്തിരുന്നു. ബംഗ്ലാദേശ് വിമോചിപ്പിച്ച് അവിടെ അടിച്ചമർത്തപ്പെട്ട ബലാത്സംഗം ചെയ്ത ജനതയ്ക്ക് വേണ്ടി ഇന്ത്യയുടെ സൈനിക ശക്തി ഉപയോഗിപ്പിച്ച് കിഴക്കൻ പാകിസ്ഥാൻ മോചിപ്പിച്ചപ്പോൾ അങ്ങ് പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ തീരത്ത്, കറാച്ചിയുടെ തീരത്ത് ഇന്ത്യയുടെ ഒരു നാവിക കപ്പൽ മുക്കി. INS കുക്രി എന്ന് പറയുന്ന കപ്പൽ മുക്കി. അതിൻ്റെ ക്യാപ്റ്റൻ അവസാനത്തെ സൈനികൻ അല്ലെങ്കിൽ നാവികൻ വരെ കപ്പലിൽ നിന്ന് രക്ഷപ്പെടുന്നത് വരെ അവിടെ നിന്നിട്ട് അദ്ദേഹം കപ്പലിനോടൊപ്പം കടലിലേക്ക് മുമ്പി വീരോചിതമായിട്ട്. അത് നടത്താനുള്ള ശക്തി അന്നും ഇന്നും പാകിസ്ഥാനില്ല. അത് നിർവഹിച്ചത് അമേരിക്കയായിരുന്നു. പക്ഷേ രാജ്യാന്തര മര്യാദകൾ, രാജ്യതന്ത്രജ്ഞതയുടെ മര്യാദകൾ കാരണം അക്കാര്യത്തെക്കുറിച്ച് ഇന്ന് വരെ പരസ്യമായിട്ടൊരു പ്രസ്താവന ഇന്ത്യ നടത്തിയിട്ടില്ല. കാരണം അമേരിക്കയെപ്പോലെ ഒരു തെണ്ടി രാജ്യമല്ല ഇന്ത്യ എന്നുള്ളതാണ്. വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞ് അന്യരാജ്യങ്ങളെ അധിക്ഷേപിക്കുന്ന സ്വഭാവം ഇന്ത്യക്കില്ല. അതിൻ്റെ സംസ്കാരം അതല്ല. അതുകൊണ്ടാണ് ഇന്ത്യ പല കാര്യങ്ങളും നിഷ്പക്ഷമായ ഒരു നിലപാടാണ് പലതിലും സ്വീകരിച്ചിട്ടുള്ളത്. അതാണ് അതേ കാര്യം. ഇന്ത്യയുടെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാട് ലോകമാസകലം പ്രകീർത്തിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് ഈ കോൺഫ്ലിക്റ്റിൽ, അമേരിക്കയും ഇറാനുമായിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റിൽ ഒരു ഇടനിലക്കാരനായിട്ട്, മീഡിയേറ്ററായിട്ട് ഇന്ത്യ പ്രവർത്തിക്കണമെന്ന് ഇന്ത്യയോട് വന്ന് അപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസം ബ്രിക്സ് മീറ്റിങ്ങിൻ്റെ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ സയ്യിദ് അബ്ബാസ് അറാക്ചി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ജയശങ്കറുമായിട്ടും പ്രധാനമന്ത്രിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തി. അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നമ്മുടെ ഗ്ലോബൽ സൗത്തിൽ അമേരിക്കയും ഇസ്രായേലും കൂടി അനാവശ്യമായ തരത്തിൽ ഇടപെടലുകൾ നടത്തുന്നതാണ്. അവർ ഡീൽ ഓഫ് അനിഹിലേഷൻ, അതുപോലെ തന്നെ ഫാബ്രിക്കേറ്റഡ് ട്രേഡ് ഡീൽസ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് എതിർക്കണം. വാസ്തവത്തിൽ എല്ലാവരും പേടിച്ചിരിക്കുന്നത് കൊണ്ട് മാത്രം നടക്കാതെ പോകുന്ന വളരെ അടിയന്തരമായിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോട്ടെ, അദ്ദേഹം തിരിച്ചു പോയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം, ഇറാനിൽ നിന്ന് ധാരാളമായിട്ട് പെട്രോൾ ഇന്ത്യക്ക് ലഭിക്കുക.
ധാരാളമായിട്ട് LPG അവിടെ അത് കുറവാണ് എങ്കിലും ലഭിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇറാന് അങ്ങനെ LPG ഇന്ത്യയുടെ കപ്പലുകൾ കടത്തിവിടാൻ കഴിയും. അങ്ങനെ 2 കപ്പലുകൾ ഇപ്പോൾ ഹോർമൂസ് തീരം കടന്നിട്ടുണ്ട് ഇദ്ദേഹം ഇന്ത്യയിൽ വന്നതിൻ്റെ ഫലമായിട്ട്. ഒരെണ്ണം ഏതാണ്ട് ചെറിയൊരു കപ്പലാണ്, മാർഷൽ ദ്വീപ് പതാകയുമായി വന്ന് ഇന്ത്യയിലേക്ക് LPG സിലിണ്ടർ കൊണ്ടുവന്ന കപ്പലിൻ്റെ പേര് സിമി എന്നാണ്. ആ സിമിയിൽ 19,965 ടൺ LPG ഉണ്ട്. നാളെ അത് മുംബൈ കടൽ തീരത്ത് എത്തുമെന്നാണ് നമ്മൾ അറിയുന്നത്. അതുപോലെ തന്നെ അടുത്ത കപ്പലെന്ന് പറയുന്നത് 46,427 ടൺ LPGയുമായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന, ഇന്ത്യയിലെ ഈ പ്രതിസന്ധിക്കൊരു പരിഹാരം കാണുന്ന തരത്തിലുള്ള കപ്പലാണ്. ആ കപ്പലിന് ഉള്ളത് വിയറ്റ്നാം പതാകയാണ്. അതും വിജയഭേരിയോടെ വിജയ പതാക പറത്തിക്കൊണ്ട് ഹോർമൂസ് കടന്നിരിക്കുകയാണ്. അടുത്ത 2 ദിവസത്തിനുള്ളിൽ അതും എത്തുമെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇതൊക്കെ ആരാച്ചി വന്നതിൻ്റെ ഒരു ഇമ്പാക്റ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. തന്നെയുമല്ല, ഇന്ത്യ ഈ കാര്യത്തിൽ പ്രധാനമന്ത്രി ഒരു റെസ്ട്രെയിൻറ്റ് വേണം, നിയന്ത്രണം വേണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ട് ബഹളമുണ്ടാക്കിയ ആൾക്കാർക്ക് ഉള്ള തക്ക സമയത്തുള്ളൊരു മറുപടിയാണ്. ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട കാര്യം, ഈ കപ്പൽ മുക്കിയത് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം അതിശക്തമായ ഭാഷയിൽ അപലപിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊതുങ്ങുകയില്ല, അമേരിക്കയ്ക്കെതിരെ നടപടി വരും. അമേരിക്ക അതിനിടയ്ക്ക് പോയിട്ട് ഡൊണാൾഡ് ട്രംപ് തന്നെ നേരിട്ട് ബെയ്ജിങ്ങിലെത്തിയിട്ട് ഡൊണാൾഡ് ട്രംപ് ഷീ ജിൻപിങ്ങുമായിട്ട് മീറ്റിംഗ് നടത്തി. ആ മീറ്റിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് തൻ്റെ വിശ്വസ്തനായ ജനറൽ ഡാൻ ലെയ്ൻ എന്ന് പറയുന്ന സൈനിക മേധാവി, അദ്ദേഹം ചെയർമാനാണ്, ജോയിൻറ്റ് ചീഫ് ഓഫ് സ്റ്റാഫിൻ്റെ ചെയർമാനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞത് അവരുടെ കടലിടുക്കിലുള്ള ഇറാൻ്റെ എണ്ണത്താവളം തകർക്കാൻ ഞങ്ങൾക്ക് 5 മിനിറ്റ് മതി. എന്നാൽ പിന്നെ എന്താ തകർക്കാത്ത? ഇത്രയും നാളിട്ട് ആൾക്കാരെ വലയ്ക്കുന്നത് എന്തിനാ? എണ്ണ പ്രതിസന്ധി ഉണ്ടാക്കുന്നത് എന്തിനാ? വാതക പ്രതിസന്ധി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്തിനാ? അതുമാത്രം മനസ്സിലാവുന്നില്ല നമുക്ക്. എന്തായാലും കൊള്ളാം, ഇതൊക്കെ ചുമ്മാതെ പൊളുവടിച്ചിട്ട് പോവുകയാണ്. അതുപോലെ ചൈന ഒരു കാര്യം അദ്ദേഹത്തെ ധരിപ്പിച്ചു. അവിടെ നടന്ന ഒരു കാര്യം, അപ്ഡേഷൻ ഇതാണ്: തൈവാൻ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങൾക്ക് നല്ല തിരിച്ചടി ഞങ്ങൾ നൽകും. പക്ഷേ ഡൊണാൾഡ് ട്രംപ് അതിനെപ്പറ്റി ഒന്നും പറയാതെ അദ്ദേഹം പറഞ്ഞത് ചൈന എന്ന് പറയുന്ന രാജ്യം 200 ബോയിങ് വിമാനങ്ങൾ, ബോയിങ് എന്ന് പറയുന്നത് യാത്രാ വിമാനമാണ്, യുദ്ധോപകരണമല്ല, അന്ന് വാങ്ങിക്കാൻ സമ്മതിച്ചു. അതുകൊണ്ട് വലിയ ഡീലായിരുന്നു. ഇദ്ദേഹം പോയത് ഒറ്റയ്ക്കല്ല, സ്വന്തം മകൻ ഒരു വ്യവസായിയുണ്ട്. ആ വ്യവസായിക്ക് ചൈനയിൽ പോയി വ്യവസായം നടത്താൻ, അവരുടെ ലാഭം ഇങ്ങനെ കൊള്ളലാഭം വർദ്ധിപ്പിക്കാനുള്ള ഏർപ്പാടുമായിട്ടാണ് പോയത്. പോകുന്നിടത്തല്ല അങ്ങേരുടെ ആ സ്വകാര്യമായിട്ടുള്ളൊരു കാര്യം കഴിഞ്ഞേ വരത്തുള്ളൂ. നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പറഞ്ഞ പോലെ രാജ്യത്ത് അദ്ദേഹത്തിൻ്റെ വരുമാനം 16 കോടി രൂപയാണ്. അദ്ദേഹം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാൻ മുടക്കുന്നത് 300 കോടി രൂപ. ഇതെവിടെ വരുന്നു എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അതുപോലെ ഒരു യാത്രയാണിപ്പോൾ ട്രംപ് നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നല്ല നേട്ടം ഉണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഒപ്പുവെച്ചു. പക്ഷേ ഇറാൻ്റെ കാര്യത്തിലൊരു പരിഹാരം, അതുപോലെ തൈവാൻ്റെ കാര്യത്തിലൊരു പരിഹാരം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ചൈന ഒരു കാര്യം അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിൽ മധ്യസ്ഥത വഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. കാരണം എന്താണ്? അന്താരാഷ്ട്ര കടലിടുക്കുകൾ അവിടെ തടസ്സങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇന്ത്യയും അതേ സ്വരത്തിൽ തന്നെയാണ് ബ്രിക്സ് മീറ്റിങ്ങിൽ പറഞ്ഞത്, അൺഇൻറ്ററപ്റ്റഡ് ട്രാൻസ്പോർട്ടേഷൻ ത്രൂ ഇൻ്റർനാഷണൽ വാട്ടേഴ്സ്, അത് ഉറപ്പാക്കണം എന്ന് അരാക്ചിയോട് പറഞ്ഞു. ഈ കാര്യം വളരെ വ്യക്തമായിട്ട് ഇന്ത്യയും ചൈനയും യോജിക്കുന്ന കാര്യമാണ്. വാസ്തവത്തിൽ ഇതിൽ നമ്മൾ ഒരേ സ്വരത്തിൽ ഇറാനെയും കൂടെ ചേർത്ത് ഗ്ലോബൽ സൗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഗൾഫ് രാജ്യങ്ങളുടെ നമ്മുടെ പ്രധാനമന്ത്രി UAE പോവുകയാണ്. ഗ്ലോബൽ സൗത്തിൽ സപ്ലൈ ചെയിൻ ബ്രേക്ക് ചെയ്തരുതെന്ന് അമേരിക്കയോട് പറയേണ്ടതുണ്ട്. അമേരിക്ക അവിടെ ഒമാൻ തീരത്തു നിന്ന് പോയി കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരുന്നതേ ഉള്ളൂ. കൂടുതൽ ഇടപെടൽ നടത്താതെ, വാചകങ്ങൾ അടിക്കാതെ, വിരട്ടാതെ പോവുക. എന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഇത് അത്രയൊന്നും നീണ്ടുപോയിട്ടില്ല, ഇറാഖ് യുദ്ധത്തിൻ്റെ അത്രയൊന്നും നീളമുണ്ടായില്ല യുദ്ധത്തിന്, അതുപോലെ വിയറ്റ്നാമിൽ ഞങ്ങൾ നടത്തിയ യുദ്ധത്തിൻ്റെ അത്രയും നീളമുണ്ടായില്ല. ഈ വാചകമടിച്ച് വെറുതെ നാറരുത്. നിങ്ങൾ എന്താ പറഞ്ഞത്? 5 മിനിറ്റ് 3 ആഴ്ച എന്നൊക്കെ നിങ്ങൾ പറഞ്ഞ പിന്നെ നിങ്ങളുടെ സൈനിക വിദഗ്ധന്മാരുടെ അഭിപ്രായമായിരുന്നല്ലത്. നിങ്ങൾ ഈ ഇന്ത്യയോടാണോ ഇത് പറഞ്ഞ് ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത്? 22 മിനിറ്റ് കൊണ്ട് പാകിസ്ഥാൻ്റെ സകല അഹങ്കാരത്തിനും തീ പിടിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ.
തീർന്നില്ലേ? ലോകത്തിലെ വേറെ ഏതെങ്കിലും രാജ്യത്തിന് LPGയുടെ പ്രതിസന്ധി ഉണ്ടായോ? എണ്ണയുടെ പ്രതിസന്ധി ഉണ്ടായോ? പ്രതിരോധ മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, പ്രകോപിപ്പിച്ചാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വലിയ തിരിച്ചടി പാകിസ്ഥാൻ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസവും കൂടി നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇറാൻ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ ഒരു ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്, UAE-ക്കെതിരെ വളരെ ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു യുദ്ധത്തിൽ ഇറാനെതിരെയുള്ള ഇസ്രായേൽ അമേരിക്ക ആക്രമണത്തിൽ UAE-ക്ക് നേരിട്ട് പങ്കുണ്ട് എന്നൊരു ആരോപണം ഇറാൻ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. അതെ, ഇറാൻ എനിക്ക് തോന്നുന്നു കൂടുതൽ വിശ്വസ്തമാണ്, കള്ളം പറയാത്ത രാജ്യമാണ്. കാരണം ഫാൾസ്വുഡിൻ്റെ രാഷ്ട്രമാണ് അമേരിക്ക എന്നാണ് ഈ അരാക്ചി വന്നിട്ട് പോയത്. 100% സത്യം പറയുന്ന ഒരു ഇന്ത്യയുടെ റഫാൽ വിമാനം തകർത്തു, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം ഞാനാണ് തീർത്തത് എന്നൊക്കെയുള്ള വാചകോടി എല്ലാം ഫാൾസ്വുഡാണ്. അതിലും നമുക്ക് ഇറാനോട് യോജിപ്പ് തന്നെയാണ്, 100% യോജിപ്പ് തന്നെയാണ്. നമ്മളതുപോലെ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഇയാളൊരു കീച്ച് ബെയ്ജിങ്ങിൽ പോയിട്ട് എന്താണെന്നറിയാം, ഷീ ജിൻപിങ്ങിനെ അങ്ങ് പ്രകീർത്തിച്ചു. ഹി ഹാസ് ബിൻ ഹിയർ ലോങ് ടൈം, വെരി പവർഫുൾ, വെരി സ്ട്രോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും നാൾ അവിടെ അടക്കി ഭരിച്ചു ഏകാധിപതിയായിട്ട്, അതിനെയാണ് പുകഴ്ത്തിയിരിക്കുന്നത്. ഒരു ജനാധിപത്യമല്ല, ഒന്നുമില്ല, അത് പ്രശ്നമല്ല. ഇറാനിലെ വി വോണ്ട് അലൗ ഇറാൻ ടു ഹാവ് എ ന്യൂക്ലിയർ ബോംബ് എന്നും അദ്ദേഹം പറഞ്ഞു. എന്താണ് ഇറാനിയൻ ന്യൂക്ലിയർ ബോംബ് അനുവദിക്കാതെ? ഒരു സ്വേച്ഛാധിപത്യ രാജ്യമായതുകൊണ്ടാണ്. അതേ സ്വേച്ഛാധിപത്യമുള്ള ചൈനയുടെ ന്യൂക്ലിയർ ബോംബ് എന്താ തടയാത്തത് നിങ്ങൾ? അതിന് ധൈര്യമില്ലാത്തതുകൊണ്ടാണ്. അതേ സ്വേച്ഛാധിപത്യം നിലനിൽക്കുന്ന നോർത്ത് കൊറിയയുടെ ബോംബ് നിങ്ങളെന്താ ഇല്ല ഭസ്മീകരിക്കാത്തത്? നിങ്ങൾക്കതിന് ധൈര്യമില്ല. അതിനാണ് ഭീരുത്വം എന്ന് പറയുന്നത്. ഇവിടെ ആകുമ്പോൾ നടക്കും. ഗൾഫ് രാഷ്ട്രങ്ങളുടെ സഹകരണത്തോടെ ഇറാൻ്റെ ബോംബ് അങ്ങ് തകർക്കാമെന്നാണ് വിചാരിച്ചത്. നിങ്ങളുടെ മോഹങ്ങൾ തകർന്നു, നിങ്ങളുടെ സ്വപ്നങ്ങൾ തകർന്നു. അതല്ലേ സംഭവിച്ചത്? നിങ്ങൾ പിന്തിരിഞ്ഞു പോവുക. നിങ്ങൾ ആൾറെഡി നാണം കെട്ട് കഴിഞ്ഞു. ഞങ്ങൾക്ക് ചുമ്മാ ശല്യം ഉണ്ടാക്കാതെ ഞങ്ങൾ മര്യാദയ്ക്ക് എന്തെങ്കിലും ആഹാരം അടുക്കളയിൽ വെച്ചുണ്ടാക്കി കഴിച്ചുകൊള്ളട്ടെ, അല്ലേ? നമ്മുടെ അടുക്കളകളിൽ തീ പൂട്ടട്ടെ. നിങ്ങൾ ചുമ്മാ എന്തിനാ ഇങ്ങനെ? പശു പുല്ല് തിന്നുകയില്ല, അല്ല പശുവല്ല നായെ പുല്ല് തിന്നുകയില്ല, പശുവിനെ തിന്നാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന പോലെ ഈ ഒമാൻ തീരത്ത് നിന്നൊന്ന് പോവുക. നമുക്ക് വേണ്ടത് മേക്ക് അമേരിക്ക ഗോ എവേ എന്നുള്ളതാണ്, അല്ലേ? ആൻസി എന്ത് പറയുന്നു? അതെ, തീർച്ചയായിട്ടും. ഇത്തരത്തിൽ ട്രംപ് അധികാരമേറ്റതിന് ശേഷം നടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. നമുക്ക് ഇന്ത്യ എടുക്കുന്നൊരു നിലപാടുണ്ട്, ആ നിലപാടനുസരിച്ച് നമുക്ക് നിൽക്കാൻ പറ്റും. എങ്കിൽ പോലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി, സർ. ഓക്കെ.